ഇനിയും പറഞ്ഞതുപോലെ തന്നെ ഇനി 5 പേരെ കണ്ടെത്താനുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ് താനും. അപ്പോൾ ആരെയൊക്കെയാണ് കണ്ടെത്താനുള്ളത്? അവരെ അറിയില്ല, നമുക്കറിയില്ല. നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ മനസ്സിലാക്കിയാണ് ഇത്രത്തോളം പേരെ കണ്ടെത്താനുണ്ടെന്നൊക്കെ ഇപ്പോൾ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ രാത്രി വൈകിയാലും രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണോ തീരുമാനം? നിലവിൽ അത്തരമൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എത്രയധികം ശക്തമായ മഴയും അതുപോലെ തന്നെ ഈ വെളിച്ചത്തിന്റെ കുറവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. മാത്രമല്ല കാണാതായവർക്കുള്ള തിരച്ചിലിടയിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള മണ്ണാണ് ഇടിഞ്ഞു വന്നിരിക്കുന്നത്. അത് ഇനി മഴ കനത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതുകൂടെ താഴേക്ക് വരും. അപ്പോൾ മഴ കനക്കുകയും കൂടുതൽ ഇരുട്ടാവുകയും ചെയ്താൽ വെളിച്ചക്കുറവ് കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയുള്ള തിരച്ചിൽ വേണ്ട എന്നുള്ള ഒരു നിഗമനമുണ്ട്. അതേസമയം തന്നെ സന്ധ്യ നിർത്തേണ്ട, പരമാവധി ഇന്ന് തിരച്ചിൽ നടത്താം. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ് എങ്കിൽ തിരച്ചിൽ അവസാനിപ്പിച്ച് നാളെ പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം ഉണ്ട്. എന്തായാലും ഇപ്പോൾ പരമാവധി ഈ പകൽ സമയത്ത് എത്രയധികം സമയം കിട്ടുമോ അത്രയധികം സമയത്ത് പരമാവധി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടും നാട്ടുകാരുടെ സഹായത്തോടും കൂടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കമ്പനി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് 18 പേരാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. വിനോദസഞ്ചാരികളോ നാട്ടുകാരോ ഒന്നും തന്നെ ഈ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പ്രദേശവാസികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നുണ്ട്. 18 നിർമ്മാണ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി, 4 പേരുടെ മരണവും സംഭവിച്ചു. അങ്ങനെ കണക്കുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി ലഭ്യമാകേണ്ടത് 5 പേരാണ്. ആ 5 പേർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് കണ്ടെത്തേണ്ടത്. ഈ പുഴയിലെ വെള്ളത്തിലേക്ക് വീണോ അതല്ല ഈ മണ്ണിനടിയിൽ തന്നെയാണോ ഉള്ളത് എന്നുള്ള സംശയം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ക്യാമറ ഇറക്കിക്കൊണ്ട്, അതായത് ഈ മൺപാളികളും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും ഒക്കെ കൂടിക്കിടക്കുന്ന ഭാഗമുണ്ട്, അവിടേക്ക് നേരിട്ട് ചെന്ന് നോക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രത്യേക ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാമറ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്കൂടെ കടത്തിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ സഹായമുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള പരിശോധന തന്നെയാണ് ഉള്ളത്. ഇരുട്ടാവുമ്പോഴേക്ക് പരമാവധി തിരച്ചിൽ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഉദ്യോഗസ്ഥർ അതിനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി 5 പേരെയാണ് കണ്ടെത്തേണ്ടത്.